മൂന്നാർ ദേവികുളത്ത് KSRTC ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെട്ടതിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധ. എതിരെ വന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. എന്നാൽ CCTVയിൽ കാറിന്റെ ദൃശ്യങ്ങളില്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിൽ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുന്നു. രാഹുൽ, ഇന്നലെ അപകടമുണ്ടായപ്പോൾ ഈ വരിതെറ്റി വന്ന അല്ലെങ്കിൽ എതിർച്ചയിൽ വന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. തന്റെ പിഴവ് മറക്കാൻ ഇല്ലാത്ത കാറിനെ പഴിചാരുകയായിരുന്നു. സുഹൈൽ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ ഡ്രൈവർ പോലീസിന് നൽകിയ മൊഴിയും FIRൽ അങ്ങനെയാണ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. എതിർദിശയിൽ ഒരു വാഹനം വരുന്നു, അത് റോങ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാഹനത്തെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഈ ബസ് വെട്ടിച്ചു. അപ്പോഴേക്കും ഒരു വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറുകയും പിന്നീട് റോഡിൽ നിന്ന് തെന്നി മാറുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആ മൊഴിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിന് എതിർവശം ഒരു വാഹനം, അങ്ങനെ പറയപ്പെടുന്ന ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കാറ് ആ വഴി വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ കയറ്റം കയറി വന്ന ബസിന്റെ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടം ഉണ്ടായതിന് കാരണമെന്ന് നിസ്സംശയം പറയാവുന്ന വിധത്തിലാണ് ആ CCTV ദൃശ്യങ്ങൾ ഉള്ളത്. അവിടെ CCTV ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന ഒരു വിശ്വാസത്തിലായിരിക്കാം അങ്ങനെ ഒരു മൊഴി ആ ഡ്രൈവർ കൊടുത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ബസ്സിന് മറ്റേതെങ്കിലും വിധത്തിലുള്ള സാങ്കേതിക തകരാറുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് KSRTCയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു വിശദീകരണം കിട്ടിയിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ കൂടുതൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ഇന്നലെ ബസ്സിന് മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും KSRTC ഡ്രൈവർ തന്റെ പിഴവ് മറയ്ക്കാൻ കണ്ടെത്തിയ ഉപായം കൊള്ളാം. ഇല്ലാത്തൊരു കാറിനെ പഴിചാരുകയായിരുന്നു. പക്ഷെ അവിടെ CCTV ഉള്ളതുകൊണ്ട് സത്യം നമ്മൾ അറിഞ്ഞു, നാട്ടുകാർ അറിഞ്ഞു, പോലീസുകാർ അറിഞ്ഞു. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.